ഞാൻ ഡൽഹിക്ക് പോവല്ലേ. അല്ല, മുരളീധരനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നില്ല, ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ആയി പറഞ്ഞു. അത് പാർട്ടി തലത്തിൽ സംസാരിക്കുമല്ലോ, സംസാരിക്കാണ്ടിരിക്കാൻ പറ്റും. മുരളിയെ പോലെ ഒരാൾ അഭിപ്രായ വ്യത്യാസം നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വീണ് പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കില്ലേ, അത് സ്വാഭാവികമാണ്. പാർട്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാണുന്ന പ്രത്യേകമായിട്ടുള്ള ചുമതലപ്പെടുത്തിയില്ല, ചുമതലപ്പെടുത്തും. ആരെയാണ് അങ്ങനെ പ്രത്യേകം? അത് മുൻകൂട്ടി നിങ്ങളുടെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇന്ന് കൂടിക്കാഴ്ചയില്ലല്ലേ? ഇന്ന് മുരളീധരനുമായി കൂടിക്കാഴ്ചയുണ്ടോ? ഇല്ല. അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല, അതുകൊണ്ട് നീട്ടി കൊണ്ടുപോകണോ? അത് നോക്കാം. അതൊക്കെ രാഷ്ട്രീയം നമുക്കറിയാന്നേ, നിങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കല്ല. എപ്പോഴാണ് കത്തിവെക്കേണ്ടത്, എപ്പോഴാണ് കൊത്തേണ്ടുന്നത്, എപ്പോഴാണ് കയറേണ്ടത്, എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്കറിയാം. നമ്മൾ നല്ല ഓപ്പറേറ്റേഴ്സാണ് കേട്ടാ. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഏടെ വേണ്ടിക്കും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്കെന്താ തടസ്സം? ഒന്നുമില്ല. എവിടെയും ആപ്റ്റാണ്, അവിടെ മാത്രമല്ല എവിടെയും ആപ്റ്റാണ്. എത്ര സ്ഥാനമുണ്ട് നമുക്ക്? വരാൻ പോകുന്ന രാജ്യസഭയുണ്ട്, ഇതൊക്കെ ഇല്ലേ? നമ്മൾ സർവ്വസമ്പന്നന്മാരായി നിൽക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പാർട്ടിക്കകത്ത് ഇന്നുണ്ട്. നാളെ എനിക്ക് പറയാൻ കഴിയില്ല. അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ല എന്ന് പറഞ്ഞില്ലേ? വയനാട് എന്തെങ്കിലും പറയാം, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം വരാതെ അതൊന്ന് ആലോചിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിന്റെ തീരുമാനം വരണ്ടേ? അതിനെ ഇഷ്ടമില്ല തീരുമാനിക്കാൻ പറ്റുമോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, അവിടെ നമ്മള് എന്താണ് നമ്മളൊരു പരിഗണന? എന്താ, അത് പാർട്ടിയല്ലേ തീരുമാനിക്കുക? കേസുകാരന ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പാർട്ടി അംഗീകരിക്കുമോ? എന്നെ പാർട്ടി ഒന്ന് പുറത്താക്കിക്കണം നിങ്ങൾക്ക്? അത് വരൂലേ? ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് അഭ്യൂഹങ്ങൾ വരൂലേ? ഒരു പുതിയ സംഭവമാണ്. പരിചയസമ്പത്തുള്ള ഒരാളെയാണല്ലോ, യുവാക്കളായിട്ടുള്ള ആൾക്കാരാണോ പാലക്കാട് കൂടുതലായിട്ട്? ഞാൻ നല്ല പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ്. കേസ് പാലക്കാട് അത് പാലക്കാട് കാണാൻ പറ്റുന്നതാ. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ആലോചിക്കണം. എന്തായാലും അതിന് അവരുടെ പരാജയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങി. അതിലെന്താ അന്വേഷിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല, അതാരായാലും. അതിനോട് സഹകരിക്കണം, സഹകരിച്ചവർ കൊടുക്കേണ്ട എവിഡൻസ് കൊടുക്കണം. അതിനനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ പുറത്ത് നടപടി ഉണ്ടാവും. അതൊക്കെയാണ് പാർട്ടിയുടെ സിസ്റ്റം. അതിവിടെയും ഉണ്ടാവും. തൃശ്ശൂരിൽ നടപടി ഉണ്ടാവുമോ? തൃശ്ശൂരിൽ നടപടി ഉണ്ടാവുമോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അന്വേഷണത്തിൽ റിപ്പോർട്ട് വേണ്ടേ? അന്വേഷിക്കുന്ന റിപ്പോർട്ട് വന്നാൽ അതിനകത്ത് നടപടി എടുക്കേണ്ട കുറ്റങ്ങളുണ്ടെങ്കിൽ നടപടി എടുക്കും. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവുമല്ലോ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കണ്ടെത്തലുണ്ടോ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ? അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടുത്തെ ജില്ലാ തലത്തിൽ അതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പരിശോധിച്ചാലേ മനസ്സിലാവും. എല്ലാറ്റിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവറി പോസ്റ്റ്. വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും, ഞങ്ങളെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? അതിലൊന്നും തർക്കമൊന്നുമില്ല. അതിനൊന്നും സുധാരൻ ഭംഗിയില്ല ഒരിക്കലും. അപ്പൊ ശരി, നമുക്ക് കാണാം. ഇത്ര പറഞ്ഞൊന്നും ഒറ്റ കാര്യല്ലേ? കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കണമെന്ന് പണ്ടേ കേസ് പറഞ്ഞതാണ്. അത് UDF തലത്തിൽ ചർച്ച നടത്തിയെടുക്കേണ്ട ഒരു തീരുമാനം, കേസുകാരൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. കേരള കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം ഞാൻ ഇപ്പോഴും ഇവിടെയും എക്സ്പ്രസ് ചെയ്യുന്നു. അത് വാതിൽ ഞാൻ ഒറ്റക്ക് തുറക്കില്ല, ഒറ്റക്ക് തുറക്കാൻ പറ്റൂല. പക്ഷെ കൂട്ടായി തുറക്കും. കൂടെ വേണം. നമുക്ക് കേരള കോൺഗ്രസ് അല്ല, നമുക്ക് KM മാണിയാണ്. നമ്മുടെ ഈ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അത് നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത കരുത്തരായ നേതാക്കളിൽ ഒരാളാണ് KM മാണി. വി കനോട്ട് ഫോർഗെറ്റ് ഹിം. നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ഓർമ്മയാണ്, സ്ഥായിയായ ഓർമ്മയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഓണർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത് കേരള കോൺഗ്രസിന്. അങ്ങോട്ട് വന്നാലും ചർച്ച നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യമെങ്കിൽ നമ്മൾ അങ്ങോട്ടും പോകും.